മണ്ണാർക്കാട് മാസപ്പറമ്പ് വാഴക്കൽ പൊട്ടിയിൽ കോഴി മാലിന്യം തള്ളി. ഞായറാഴ്ച രാത്രിയിലാണ് മാലിന്യം തള്ളിയത്. പ്രതിഷേധവുമായി നാട്ടുകാർ. തിങ്കളാഴ്ച രാവിലെയാണ് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ വാഴക്കൽ പൊട്ടിയിൽ കോഴിമാലിന്യം കാക്കകൾ കൊത്തിവലിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 3 ചാക്ക് മാലിന്യമാണ് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഇതിവിടെ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ മണ്ണാർക്കാട് ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകൾ കൊടുത്തിട്ട് ഇവിടെ ഡംപ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഇതിനൊരു എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ വന്നിട്ട് ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നിട്ട് ഇടപെടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 2 ചാക്ക് കോഴി വേസ്റ്റ് നമ്മളിവിടെ പൊട്ടിപ്പാലത്തിൻ്റെ താഴത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയേക്കാം. അപ്പോൾ ഇത് ആരെ ചെയ്തെന്നുള്ളത് നമുക്കിവിടെ യാത്ര ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊണ്ടുവന്നിടുന്നത് ഒരു സമയം ഒരുപാട് വൈകിട്ടാണ് ഇതിലൂടെ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കിതിവിടെ ഇരുന്ന് നമുക്കിത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സമീപനം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിട്ട് ഈ ഒരു വേസ്റ്റ് ഇവിടെ ഡംപ് ചെയ്യുന്നത് ഒന്ന് ഒഴിവാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ളത് എല്ലാവരും ഒന്ന് മുൻകൈ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഉപകാരമാണ്. അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളിത് ഈ മാധ്യമ ശ്രദ്ധയെന്ന് വരുത്താന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്തത്. വാഴക്കൽ പൊട്ടിയിലൂടെ ഒഴുകുന്ന വെള്ളം കുന്തിപ്പുഴയിലാണ് ചേരുന്നത്. മണ്ണാർക്കാട് വാട്ടർ അതോറിറ്റിയുടെയും കുമരംപുത്തൂർ കുടിവെള്ള പദ്ധതിയുടെ കിണറുകൾ കുന്തിപ്പുഴയിലാണ്. വാഴക്കൽ പൊട്ടിയിലെ വെള്ളം ചെന്ന് ചേരുന്നത് കുടിവെള്ള പദ്ധതിക്ക് സമീപമാണ്. നാട്ടുകാരെ മുഴുവൻ ദുരിതത്തിലാക്കുന്ന പ്രവൃത്തിയാണ് മാലിന്യം ജലസ്രോതസ്സുകളിൽ നിക്ഷേപിക്കുന്നതെന്ന് പൊതുപ്രവർത്തകൻ ബഷീർ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയുടെ തെങ്കര പഞ്ചായത്തും ചേർന്ന് ഇവിടെ ക്യാമറ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിക്രമമാണ്. ഇത്രയും കുന്തിപ്പുഴയുടെയും അതുപോലെ വാഴക്കൽ പൊട്ടി അതിൽ ഒഴുകുന്ന വെള്ളം താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന കുടിവെള്ളവും അതുപോലെ മറ്റു ആവശ്യം ഉപയോഗിക്കുന്ന നല്ല വൃത്തിയായ ജലത്തിലേക്കാണ് ഈ വൃത്തികേട് മുഴുവൻ പോകുന്നത്. അപ്പോൾ അത് വലിയൊരു മോശമായിട്ടുള്ളൊരു ഇടപെടലാണ് ഈ ആളുകൾ ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് കൃത്യമായിട്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും പരിസരവും ആ ആളുകൾക്കൊക്കെ രോഗവും മറ്റും ഒന്നുമില്ലാതെ കൃത്യമായി ജീവിക്കണം എന്നുള്ളൊരു ആവശ്യവും അതുപോലെ അവകാശമുള്ളൊരു സ്ഥലത്ത് അവനവൻ്റെ കാര്യം കൃത്യമായി അങ്ങോട്ട് നടപ്പിലാക്കുക, അത് മറ്റുള്ളവർക്ക് ദോഷമാണോ എന്നൊന്നും നോക്കാതെ ഈ സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇത് ചെയ്യുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നമ്മൾ ജനങ്ങളും അതുപോലെ തന്നെ അധികാരികളും വളരെ കൃത്യമായ ഇടപെടൽ നടത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് നിലവിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, സോളാർ ലൈറ്റ് ഉണ്ടായിരുന്നു. 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ജനപ്രതിനിധി സെറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ബാറ്ററിയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പിടിച്ച് അതൊക്കെ പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നൊരവസ്ഥ. കാരണം ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യേണ്ട അവസ്ഥയിൽ, കാരണം ഇവിടെ ആളുകൾ സഞ്ചരിക്കാതെ ആളുകളുടെ സഹവാസം ഇല്ലാത്തൊരു ഏരിയയ്ക്ക് മാറ്റുകയും അവിടെ വൃത്തികേട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഇവിടെ ഉണ്ട്, കുറച്ച് ഗവൺമെൻറ്റിൻ്റെ പരിധിയിലും കേസിലൊക്കെ പെട്ട കുറച്ച് സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവന്ന് വേസ്റ്റുകൾ അവരവിടെ നിക്ഷേപിക്കുക. അതുപോലെ ഇപ്പോൾ ഈ വെള്ളം നോക്കി തന്നെ ആ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ നോക്കി നല്ല കൃത്യമായിട്ട് കുന്തിപ്പുഴ തുടക്കത്തിൽ നിന്ന് വരുന്ന നല്ല വെള്ളം ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലെ ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളം. ഇതിപ്പോൾ എത്ര മോശമാക്കി വന്നു കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ ഉപയോഗിക്കുക? മഞ്ഞപ്പിത്തവും മറ്റു കോളറയും മറ്റു രോഗങ്ങളൊക്കെ പടർന്ന് വരുന്ന രീതിയിലേക്ക് ഇത് വീണ്ടും പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാം. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.